നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ഈ സർക്കാരിന്റെ കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് 12,000 വീടുകളും പുനർഗേഹം പദ്ധതി വഴി 6,300 ഫ്ളാറ്റുകളും നിർമ്മിച്ചു നൽകിയതായി ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. മത്സ്യഫെഡിന്റെ വിദ്യാഭ്യാസ അവാർഡ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗവർണറും മുഖ്യമന്ത്രിയും ലവ് ലെറ്റർ അയച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് രമേശ് ചെന്നിത്തല MLA. ഭാരതാംബ വിവാദത്തിൽ ശക്തമായ നടപടിയാണ് വേണ്ടതെന്നും രമേശ് ചെന്നിത്തല. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും കൂടെയുള്ളവർക്കും ദുരിതം സമ്മാനിച്ച ആശുപത്രിയിലെ OP കൗണ്ടർ. നിത്യവും ആയിരക്കണക്കിന് ആളുകൾ വിവിധ ചികിത്സയ്ക്കായി എത്തുന്ന ആശുപത്രിയിലെ OP കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കാൻ ആളുകൾ വെയിലും മഴയും കൊണ്ട് മണിക്കൂറുകളാണ് കാത്തു നിൽക്കുന്നതെന്നാണ് ആക്ഷേപം. ഉത്സവങ്ങളും മറ്റാഘോഷങ്ങളും നടക്കുന്ന സ്ഥലങ്ങളിൽ രാത്രി 10-ന് ശേഷം മൈക്ക് പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്ന കോടതി വിധിയിൽ ഇളവനുവദിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്ന് കേരള പ്രൊഫഷണൽ ഡ്രാമ ചേംബറിന്റെ 22ാം വാർഷിക സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി അഡ്വക്കേറ്റ് S. സോളമനെ തെരഞ്ഞെടുത്തു. നൂറനാട് പടനിലം സ്വദേശിയാണ് പുതിയ CPI ജില്ലാ സെക്രട്ടറി. വാർത്തകൾ വിശദമായി. ഈ സർക്കാരിന്റെ കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് 12,000 വീടുകളും പുനർഗേഹം പദ്ധതി വഴി 6,300 ഫ്ളാറ്റുകളും നിർമ്മിച്ചു നൽകിയതായി ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യഫെഡിന്റെ വിദ്യാഭ്യാസ അവാർഡ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സർക്കാരിന്റെ കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് 12,000 വീടുകളും പുനർഗേഹം പദ്ധതി വഴി 6,300 ഫ്ളാറ്റുകളും നിർമ്മിച്ചു നൽകിയതായി ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള മത്സ്യഫെഡിന്റെ വിദ്യാഭ്യാസ അവാർഡ് വിതരണം മികവ് 2025ന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനതല ഉദ്ഘാടനം വളരെ ഭംഗിയായി നടത്തപ്പെടുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായി എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള ജില്ലാതല ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുകയാണ്. ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ തിരുവനന്തപുരത്ത് കുട്ടികൾക്കുള്ള അവാർഡ് വിതരണം നൽകി അതിൻ്റെ ജില്ലാതലത്തിൽ ആലപ്പുഴയിലും ചടങ്ങ് നടക്കുകയുണ്ടായി. 2024-25 വർഷത്തിൽ SSLC +2 പരീക്ഷകളിൽ 810 വിദ്യാർത്ഥികൾക്കാണ് മത്സ്യമേഖലയിൽ ഫുൾ A+ ലഭിച്ചത്. 623 SSLCയും 187 +2. ഈ അവാർഡ് 3,000 രൂപയുടെ ക്യാഷ് അവാർഡും മൊമെന്റോയും ആണ് ഇവിടെ ഇപ്പോൾ നൽകുന്നത്. ഏതാണ്ട് 24 ലക്ഷം രൂപ മത്സ്യത്തൊഴിലാളി കുഞ്ഞുങ്ങൾക്ക് ഇതിന്റെ പ്രോത്സാഹനമായിട്ട് നൽകുകയാണ്. 400 ഫ്ളാറ്റുകളുടെ താക്കോൽദാനം അടുത്തു തന്നെ മുഖ്യമന്ത്രി നിർവഹിക്കും. കടൽക്ഷോഭം ചെറുക്കുന്നതിന് ചെല്ലാനത്ത് 344 കോടി രൂപ മുടക്കി കടൽഭിത്തി നിർമ്മാണം സർക്കാർ പൂർത്തീകരിച്ചു. കേരളത്തിന്റെ കടലോര മേഖലകളെ പരമാവധി കടൽഭിത്തികൾ കെട്ടി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആലപ്പുഴ ജവഹർ ബാലഭവൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലയിൽ നിന്നും SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ 124 വിദ്യാർത്ഥികൾക്കും +2 മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ 31 വിദ്യാർത്ഥികൾക്കുമാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. H. സലാം MLA ചടങ്ങിൽ അധ്യക്ഷനായി. VR രമേശ് എൻഡോമെന്റ് അവാർഡ് PP ചിത്തരഞ്ജൻ MLA വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി മുഖ്യാതിഥിയായി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത, മത്സ്യഫെഡ് ചെയർമാൻ T. മനോഹരൻ, മത്സ്യഫെഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ P. സഹദേവൻ, ജില്ലാ മാനേജർ B. ഷാനവാസ്, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് റീജിയണൽ എക്സിക്യൂട്ടീവ് PR കുഞ്ഞച്ചൻ, കടാശ്വാസ കമ്മീഷൻ അംഗം C. ഷാംജി, മത്സ്യഫെഡ് ഭരണസമിതി അംഗം PS. ബാബു, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഗവർണറും മുഖ്യമന്ത്രിയും ലവ് ലെറ്റർ അയച്ചതുകൊണ്ട് മാത്രം യാതൊരു കാര്യവുമില്ല എന്ന് രമേശ് ചെന്നിത്തല MLA അഭിപ്രായപ്പെട്ടു. ഭാരതാംബ വിഷയത്തിൽ ശക്തമായ നടപടിയാണ് വേണ്ടതെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഗവർണറും മുഖ്യമന്ത്രിയും ലവ് ലെറ്റർ അയച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലെന്ന് രമേശ് ചെന്നിത്തല MLA അഭിപ്രായപ്പെട്ടു.
ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. അതിൽ വേണ്ടത് RSSന്റെ കൊടിയല്ല, അത് ത്രിവർണ്ണ പതാകയാണ്. ആ കൊടിയാണ് രാഷ്ട്രത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ പതാകയാണ് ആ കൈകളിൽ ഉണ്ടാകേണ്ടത്. പക്ഷേ ഗവർണർ ആ വിഷയത്തിൽ ഇപ്പോഴും അയഞ്ഞിട്ടില്ലല്ലോ, സർക്കാർ കത്തയച്ചിട്ടോ? ഗവർണർ കുറെ കൂടി ഉയർന്ന നിലപാട് സ്വീകരിക്കണം. കാരണം നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ല ഗവർണറുടെ ജോലി. ഗവർണർ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റാണ്. അദ്ദേഹം പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പരിഹരിക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ലവ് ലെറ്റർ അയച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ശക്തമായ നടപടിയാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. അതിന് ഗവൺമെൻറ് തയ്യാറുമല്ല. ഗവൺമെൻറ് മുഖ്യമന്ത്രി ഒരു പ്രീണന നയമാണ് ഈ കാര്യത്തിൽ. ലവ് ലെറ്റർ അയച്ചുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ഇവിടെ? അപ്പോൾ അത് അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി ശക്തമായ നിലപാട് സ്വീകരിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഭാരതാംബ വിവാദത്തിൽ ശക്തമായ നടപടിയാണ് വേണ്ടത്. അതിന് സർക്കാർ തയ്യാറല്ല. ഗവർണറും മുഖ്യമന്ത്രിയും പ്രീണന നയമാണിപ്പോൾ സ്വീകരിക്കുന്നത്. ഈ നിലപാട് മാറ്റി മുഖ്യമന്ത്രി ശക്തമായ നിലപാട് സ്വീകരിക്കുമോ എന്നാണ് ജനങ്ങൾക്ക് അറിയേണ്ടത്. ഭാരതാംബയുടെ കയ്യിൽ വേണ്ടത് കാവിക്കൊടിയല്ല, മറിച്ച് ത്രിവർണ്ണ പതാകയാണെന്നും ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള RSS നിലപാട് എന്ത് വില കൊടുത്തും എതിർക്കുമെന്നും രമേശ് ചെന്നിത്തല MLA കൂട്ടിച്ചേർത്തു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും കൂടെയുള്ളവർക്കും ദുരിതം സമ്മാനിച്ച ആശുപത്രിയിലെ OP കൗണ്ടർ. നിത്യവും ആയിരക്കണക്കിന് ആളുകൾ വിവിധ ചികിത്സയ്ക്കായി എത്തുന്ന ആശുപത്രിയിലെ OP കൗണ്ടറിൽ ടിക്കറ്റുകൾ എടുക്കാൻ മാത്രം ആളുകൾ വെയിലും മഴയും കൊണ്ട് മണിക്കൂറുകളോളമാണ് കാത്തുനിൽക്കുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും കൂടെയുള്ളവർക്കും ദുരിതം സമ്മാനിച്ച് ആശുപത്രിയിലെ OP കൗണ്ടർ. ദിനം പ്രതി വിവിധ ചികിത്സാർത്ഥം ആയിരക്കണക്കിന് ആളുകളാണ് OP ടിക്കറ്റ് എടുക്കാനായി കൗണ്ടറിനെ ആശ്രയിക്കുന്നത്. എന്നാൽ 4 ക്യൂവിലായി കേവലം 200-ൽ താഴെ ആളുകൾക്ക് മാത്രമേ ഇവിടെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ള മുഴുവൻ ആളുകളും വെയിലും മഴയും കൊണ്ട് OP കൗണ്ടറിന് പുറത്തു നിൽക്കേണ്ട ഗതികേടാണ് ഇപ്പോഴുള്ളതെന്നാണ് ഇവിടേക്കെത്തുന്നവർ ആക്ഷേപിക്കുന്നത്. നേരത്തെ ഇത്തരമൊരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് രോഗികൾക്കും കൂടെയുള്ളവർക്കും വെയിലും മഴയും ഏൽക്കാതെ OP കൗണ്ടറിന് മുന്നിൽ നിൽക്കാൻ ടെന്റോ മറ്റ് സംവിധാനങ്ങളോ ഇണക്കാൻ തീരുമാനമെടുത്തിരുന്നു എന്നും, എന്നാൽ നാളിതുവരെ ആ തീരുമാനം നടപ്പാക്കാൻ ആശുപത്രി അധികൃതർക്ക് കഴിയാതെ പോയതായും ആക്ഷേപമുണ്ട്. OP കൗണ്ടറിൽ നീണ്ട ക്യൂ ആയതിനാൽ തന്നെ മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് OP ടിക്കറ്റ് എടുത്ത് വിവിധ വിഭാഗങ്ങളിലുള്ള ഡോക്ടർമാരുടെ സേവനത്തിനായി OP ബ്ലോക്കിലെത്തുമ്പോൾ പലപ്പോഴും സമയം വൈകുന്നതിനാൽ തന്നെ ഡോക്ടർമാരെ കാണാതെ മടങ്ങിപ്പോകേണ്ട സ്ഥിതിയും രോഗികൾക്കുണ്ടാകുന്നതായും ആക്ഷേപമുണ്ട്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ഉത്സവങ്ങളും മറ്റാഘോഷങ്ങളും നടക്കുന്ന സ്ഥലങ്ങളിൽ രാത്രി 10-ന് ശേഷം മൈക്ക് പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്ന കോടതി വിധിയിൽ ഇളവനുവദിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് കേരള പ്രൊഫഷണൽ ഡ്രാമ ചേംബറിന്റെ 22ാം വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. ഉത്സവങ്ങളും മറ്റാഘോഷങ്ങളും നടക്കുന്ന സ്ഥലങ്ങളിൽ രാത്രി 10-ന് ശേഷം മൈക്ക് പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്ന കോടതി വിധിയിൽ ഇളവനുവദിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്ന് കേരള പ്രൊഫഷണൽ ഡ്രാമ ചേംബർ 22ാം വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രൊഫഷണൽ നാടകരംഗം അതിന്റെ വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നീങ്ങുന്നത്. നാടക കലാകാരന്മാരോടൊപ്പം മറ്റ് കലാരംഗത്ത് നിൽക്കുന്നവർക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസം നേരിടുകയാണെന്നും സമ്മേളനം സർക്കാരിനോട് പറഞ്ഞു. മലയാള പ്രൊഫഷണൽ നാടക സംഘാടകരുടെ ഏക സംഘടനയായ കേരള പ്രൊഫഷണൽ ഡ്രാമ ചേംബറിന്റെ 22ാം സംസ്ഥാന സമ്മേളനം അമ്പലപ്പുഴ MLA സലാം ഉദ്ഘാടനം ചെയ്തു. ഒരു കാര്യം ടെലിഫോണിൽ ഒന്ന് പറഞ്ഞ കാര്യം അത് നോട്ട് ചെയ്ത് വെച്ച് അതിനൊരു സന്ദർഭത്തിൽ അത് ചെയ്യണം എന്നൊരു നിലയിൽ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേരളത്തിൽ ആകെ ഇതുപോലെ ഒരുപാട് പേർ പറയുമായിരിക്കുമല്ലോ. പക്ഷെ അത് അത്രത്തോളം ശ്രദ്ധയോടെ അത്തരം കാര്യം കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് അക്കാഡമി എങ്ങനെയാവുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നാടക പ്രസ്ഥാനത്തിന് അത്രയും കരുത്തുണ്ടാവുന്നു എന്നുള്ളതാണ്. അക്കാഡമി ഔദ്യോഗിക സ്വഭാവത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷെ അങ്ങനെ നാടക പ്രവർത്തകരെയും നാടക സംവിധാനത്തെയും എല്ലാം അതുപോലെ ചേർത്തിങ്ങനെ പിടിക്കാൻ കഴിയുന്ന ഒരു കരുത്ത് അതിൻ്റെ പിന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ചെറിയ കാര്യമില്ല. ഇന്നത്തെ ഒരു കാലത്ത് വളരെ പ്രധാനമാണ്. മുൻപ് ഇവിടെ ഇതേ വേദിയിൽ നാടക സംവിധായകരും അതുപോലെ രചയിതാക്കളും സംസാരിക്കുമ്പോൾ ഈ വേദിയിൽ തന്നെ നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു മനസ്സിൻ്റെ അകത്തെ ചിന്തയ്ക്കനുസരിച്ച് ആവിഷ്കരിക്കാൻ പറ്റുന്നില്ല എന്നാണ്. ഇത്തിരി ഭയമുണ്ടെന്നാണ് പറഞ്ഞ മലയാളം. സ്റ്റേജ് കിട്ടുമെന്നുള്ള ഭയം എന്നെല്ലാം വെച്ചിട്ടാണ്. നമ്മുടെ കേരളത്തിൻ്റെ ചരിത്ര വഴിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നാടകം.
അത് എത്രമാത്രം സ്വാധീനമുള്ളതാണെന്ന് നിങ്ങളോട് ഈ സദസ്സിനോട് ഞാൻ പറയുന്നത് ഒരധികമായിരിക്കും. ധൈര്യപൂർവ്വം നമ്മൾ ജീവിക്കുന്ന വ്യവസ്ഥയോട് പൊരുതാൻ ഒരു സമൂഹത്തെ പ്രാപ്തമാക്കിയതാണ് കേരളത്തിലെ നാടക പ്രസ്ഥാനം. എല്ലാ അർത്ഥത്തിലും ഇന്ന് കാണുന്ന പോലെ നമ്മൾ ജീവിക്കുന്ന കേരളം മനോഹരമായ കേരളമായി മാറിയെന്ന് നമ്മളെല്ലാം ഇങ്ങനെ അഭിമാനത്തോടെ പറയുമ്പോൾ പറയുന്ന ആ ഒരു കാര്യത്തിൽ ഏറ്റവും മുഖ്യമായ ഒരു പ്രചോദന കേന്ദ്രം കേരളത്തിലെ നാടക പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ മറ്റ് സാഹിത്യ മേഖലയാണ്, കഥാപ്രസംഗം, ഇതെല്ലാമാണ്. നമ്മുടെ സമൂഹത്തിലെ അക്ഷരാഭ്യാസമില്ലാത്ത മനുഷ്യനെ പോലും, അത് പ്രധാനമാണ്, പുസ്തകം വായിച്ച് പഠിച്ചിട്ടല്ല ഈ നാട്ടിലെ കർഷക തൊഴിലാളിയും മത്സ്യത്തൊഴിലാളിയും പാവപ്പെട്ട തൊഴിലാളി വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർ പുസ്തകം മേടിച്ച് വായിച്ച് പഠിച്ചിട്ടല്ല അവർ ജീവിക്കുന്ന സമൂഹത്തെ തെറ്റുകളോട് പൊരുതണം, അതിന് ജീവൻ കൊടുത്തും പൊരുതണമെന്ന ചിന്ത ആ സമൂഹത്തിന് മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ടത് അങ്ങനെയല്ല. അമ്പലപ്പുഴ കോറൽ ഹൈറ്റ്സിൽ നടന്ന സമ്മേളനത്തിൽ ചെയർമാൻ അഡ്വക്കേറ്റ് നെയ്യാറ്റിൻകര പത്മകുമാർ അധ്യക്ഷനായി. സഹീർ അലി, പ്രമോദ് വെളിയനാട്, രാജേഷ് ഈരുളം, ഹേമന്ത് കുമാർ, രമേശൻ ബ്രഹ്മ, രമേശൻ രംഗഭാഷ, വേണു രംഗഭാഷ, സുരീഷ് മനേഷ്, സുദർശനൻ വർണ്ണം എന്നിവരെ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി ആദരിച്ചു. പയ്യന്നൂർ മുരളി ആമുഖ പ്രഭാഷണം നടത്തി. CR മഹേഷ് MLA, ചേംബർ രക്ഷാധികാരി C രാധാകൃഷ്ണൻ, വത്സൻ നിസരി, അപ്പു കുളനട, ധനനൻ K ചെട്ടിയാൻചാരി, അഷ്റഫ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി ദിലീപ് സിത്താര ചടങ്ങിന് സ്വാഗതവും മനോജ് കുമാർ ചന്ദ്രകാന്ത നന്ദിയും പറഞ്ഞു. CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി അഡ്വക്കേറ്റ് S. സോളമനെ തെരഞ്ഞെടുത്തു. ആലപ്പുഴ നൂറനാട് പടനിലം സ്വദേശിയാണ് പുതിയ CPI ജില്ലാ സെക്രട്ടറി. CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി അഡ്വക്കേറ്റ് S. സോളമനെ തെരഞ്ഞെടുത്തു. നൂറനാട് പടനിലം സ്വദേശിയാണ് ഇദ്ദേഹം. പന്തളം NSS കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ AISF പ്രവർത്തകനായി സംഘടനാ പ്രവർത്തനം ആരംഭിച്ചു. നൂറനാട് ഗ്രാമപഞ്ചായത്ത് അംഗം, AIYF നൂറനാട് മണ്ഡലം സെക്രട്ടറി, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ്, CPI നൂറനാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, മാവേലിക്കര മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി, മണ്ഡലം സെക്രട്ടറി എന്നീ ചുമതലകൾ നിർവഹിച്ചിട്ടുണ്ട്. നിലവിൽ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയും സംസ്ഥാന കൗൺസിൽ അംഗവുമായ S. സോളമൻ ആലപ്പുഴ ജില്ലാ കോടതിയിലെ ഗവൺമെന്റ് പ്ലീഡറായും പ്രവർത്തിച്ചിട്ടുണ്ട്. തൊഴിൽ അല്ലെങ്കിൽ ജയിൽ സമരം, നവോദയ സമരം തുടങ്ങി നിരവധി യുവജന സമരങ്ങൾക്കും നേതൃത്വം വഹിച്ചു. KC വേണുഗോപാൽ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 23 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് വെള്ളാപ്പള്ളി അവർ ലേഡി ഓഫ് ഫാത്തിമ സ്കൂളിന് ബസ് വാങ്ങി നൽകി. KC വേണുഗോപാൽ ബസിന്റെ ഫ്ളാഗ് ഓഫും സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ആലപ്പുഴ നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളാപ്പള്ളി അവർ ലേഡി ഓഫ് ഫാത്തിമ സ്കൂളിലെ കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ ഇനി മുതൽ സ്വന്തം വാഹനമായി. KC വേണുഗോപാൽ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 23,75,000 രൂപ ചെലവഴിച്ച് വാങ്ങിയ ബസിന്റെ ഫ്ളാഗ് ഓഫ് KC വേണുഗോപാൽ MP നിർവഹിച്ചു. കുട്ടികളെ ഏറ്റവും മേന്മയുള്ള വിദ്യാഭ്യാസം കൊടുത്ത് അവരുടെ ജീവിതത്തിലോട്ട് മുന്നോട്ട് നയിക്കാനുള്ള കരുത്തും പ്രോത്സാഹനവും നൽകുക എന്നുള്ളതാണ് നമുക്ക്. അത് സർക്കാരും മുനിസിപ്പാലിറ്റിയും ജനപ്രതിനിധികളും എല്ലാവരും കൂടിയിരിക്കുന്നത്. സത്യത്തിൽ എനിക്ക് ആകെ കിട്ടുന്നത് 5 കോടിയാണ് ഒരു വർഷം. അത് ഇവിടത്തേക്ക് 7 മണ്ഡലത്തിലേക്ക്, 7 അസംബ്ലി മണ്ഡലത്തിലേക്ക്. അതിൽ 20% തന്നെ പട്ടികജാതി പട്ടികവർഗ ഫണ്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ആകെ കിട്ടുന്ന ഞാൻ നോക്കി കണക്ക് നോക്കിയപ്പോൾ 3.25 കോടിയാണ് ജനറൽ ഫണ്ടിലേക്ക് കിട്ടുക. ഇത് 7,000 വീതം വെച്ചാൽ ഒരു മണ്ഡലത്തിൽ കൊടുക്കാൻ പറ്റുന്ന 35 ലക്ഷം രൂപയാണ്. അതിൽ നിന്നാണ് 23 ലക്ഷം രൂപ ഞാൻ OLF കാരണം എന്തുകൊണ്ടാണ് എനിക്ക് അതിനകത്ത് വേറെ തിങ്കിങ്ങിന് ആവശ്യമില്ല. അവർ വന്നപ്പോൾ എനിക്ക് തീരദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി. ഫ്ളാഗ് ഓഫിനെ തുടർന്ന് നടന്ന സമ്മേളനവും KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ കോർപ്പറേറ്റ് മാനേജർ ഫാദർ നെൽസൺ തൈപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മുൻ MLA A. ഷുക്കൂർ, നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ MR പ്രേം, നഗരസഭ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് റിഗോ രാജു, മുൻ നഗരസഭാ അധ്യക്ഷൻ തോമസ് ജോസഫ്, വാർഡ് കൗൺസിലർ P. റഹിയാനത്ത്, സ്കൂൾ PTA പ്രസിഡന്റ് നീനു, A. സാബു, PJ ആന്റണി, KS ഷിബു, VS ജാക്സൺ, രഞ്ജിത്ത്, സ്കൂൾ ലീഡർ കുമാരി ജാനകി സന്ദീപ്, സ്റ്റാഫ് സെക്രട്ടറി ജോൺസൺ ജോസ് എന്നിവർ സംബന്ധിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ സന്തോഷ് പുളിക്കൽ ചടങ്ങിന് സ്വാഗതവും സ്കൂൾ പ്രഥമാധ്യാപിക KS ലിൻസി നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഈ സർക്കാരിന്റെ കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് 12,000 വീടുകളും പുനർഗേഹം പദ്ധതി വഴി 6,300 ഫ്ളാറ്റുകളും നിർമ്മിച്ചു നൽകിയതായി ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ.
മത്സ്യഫെഡിന്റെ വിദ്യാഭ്യാസ അവാർഡ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗവർണറും മുഖ്യമന്ത്രിയും ലവ് ലെറ്റർ അയച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് രമേശ് ചെന്നിത്തല MLA. ഭാരതാംബ വിവാദത്തിൽ ശക്തമായ നടപടിയാണ് വേണ്ടതെന്നും രമേശ് ചെന്നിത്തല. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും കൂടെയുള്ളവർക്കും ദുരിതം സമ്മാനിച്ച ആശുപത്രിയിലെ OP കൗണ്ടർ. നിത്യവും ആയിരക്കണക്കിന് ആളുകൾ വിവിധ ചികിത്സയ്ക്കായി എത്തുന്ന ആശുപത്രിയിലെ OP കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കാൻ ആളുകൾ വെയിലും മഴയും കൊണ്ട് മണിക്കൂറുകളാണ് കാത്തു നിൽക്കുന്നതെന്നാണ് ആക്ഷേപം. ഉത്സവങ്ങളും മറ്റാഘോഷങ്ങളും നടക്കുന്ന സ്ഥലങ്ങളിൽ രാത്രി 10-ന് ശേഷം മൈക്ക് പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്ന കോടതി വിധിയിൽ ഇളവനുവദിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്ന് കേരള പ്രൊഫഷണൽ ഡ്രാമ ചേംബറിന്റെ 22ാം വാർഷിക സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് S. സോളമനെ തെരഞ്ഞെടുത്തു. നൂറനാട് പടനിലം സ്വദേശിയാണ് പുതിയ CPI ജില്ലാ സെക്രട്ടറി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.